Biochemical pathways of coagulation or enzyme cascade theory. Blood coagulation എന്ന് പറയുന്നത് it is a complex series of enzymatic biochemical reactions ആണ്, which is called enzyme cascade system. And this enzyme cascade mechanism എന്ന് പറയുന്നത് രണ്ട് distinct routesലൂടെയാണ് പോകുന്നത്, and they are extrinsic pathway or tissue factor pathway and intrinsic pathway or contact activation pathway. Extrinsic pathwayയിൽ thromboplastinogen റിലീസ് ചെയ്യുന്നത് ഡാമേജ്ഡ് ടിഷ്യൂ സെൽസിൽ നിന്നാണ്. ബട്ട് ഇൻ ഇൻട്രിൻസിക് പാത്വേ thromboplastinogen is released by the breakdown of blood platelets. ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് ഇൻട്രിൻസിക് പാത്വേയിൽ thromboplastinogen റിലീസ് ചെയ്യുന്നത്. സോ thromboplastinogen ഈ രണ്ട് ഡിഫറെൻറ്റ് വേസിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് these two pathways later on merge together and form a common pathway. So ഇതാണ് extrinsic pathway or tissue factor pathway, and this one is intrinsic pathway or contact activation pathway. Extrinsic pathway തുടങ്ങുന്നത് extrinsic thromboplastinogen അല്ലെങ്കിൽ tissue thromboplastinogen റിലീസ് ചെയ്യുമ്പോഴാണ്. അവർ റിലീസ് ചെയ്യുന്നത് ഡാമേജ്ഡ് ആയിട്ടുള്ള ടിഷ്യൂ സെൽസിൽ നിന്നാണ്. ഈ ത്രോംബോപ്ലാസ്റ്റിനോജൻ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ഫോം ആണ്. സോ അത് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് 4, 5, 7 and 10 ഇവരായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ദിസ് ഇനാക്റ്റീവ് ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിനോജൻ ഗെറ്റ്സ് ട്രാൻസ്ഫോംഡ് ടു ആക്റ്റീവ് ത്രോംബോപ്ലാസ്റ്റിൻ. അത് എക്സ്ട്രിൻസിക് പാത്വേയിലായതുകൊണ്ടാണ് എക്സ്ട്രിൻസിക് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് വിളിക്കുന്നത്. And this conversion represents the first stage of coagulation. So ഇതാണ് coagulation's first stage, extrinsic pathway. Now extrinsic pathway second stage-ലേക്ക് enter ചെയ്തേക്കാണ്. Second stage-ൽ it involves the conversion of plasma proenzyme prothrombin അല്ലെങ്കിൽ thrombogen into the active enzyme thrombin. Inactive ആയിട്ടുള്ള prothrombin ആക്റ്റീവ് ആയിട്ടുള്ള thrombin ആയിട്ട് മാറും. പ്രോത്രോംബിൻ റിലീസ് ചെയ്യുന്നത് ലിവറിൽ നിന്നാണ്. ഈ ഒരു പാത്വേയിൽ നമുക്ക് കാണാം സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ ഈ പ്രോത്രോംബിൻ സ്റ്റേജ് 2 വരുന്നത് ലിവറിൽ നിന്നാണ്. സോ ലിവറിൽ നിന്ന് വരുന്ന പ്രോത്രോംബിൻ സ്റ്റേജ് 1 പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്ട്രിൻസിക് ത്രോംബോപ്ലാസ്റ്റിനും ദെൻ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള 4, 5, 7 and 10 ആയിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, വിച്ച് ഈസ് ദ ആക്റ്റീവ് ഫോം ഓഫ് പ്രോത്രോംബിൻ. സോ അങ്ങനെ സ്റ്റേജ് 2 കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റേജ് 3 ആണ്. സ്റ്റേജ് 3 ഓഫ് എക്സ്ട്രിൻസിക് പാത്വേ എന്ന് പറയുന്നത് പ്ലാസ്മ പ്രോട്ടീൻ ആയിട്ടുള്ള ഫൈബ്രിനോജൻ ഗെറ്റ്സ് ട്രാൻസ്ഫോംഡ് ടു ഇൻസൊല്യൂബിൾ ഫൈബ്രിൻ ബൈ റിയാക്ടിംഗ് വിത്ത് ത്രോംബിൻ ആൻഡ് പ്ലാസ്മ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് 4 and 13. ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് സൊല്യൂബിൾ ഫോമാണ്. ആ സൊല്യൂബിൾ ആയിട്ടുള്ള ഫൈബ്രിനോജൻ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് തേർഡ് സ്റ്റെപ്പ്. ആ ഒരു കൺവേർഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് സ്റ്റേജ് 2 പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ത്രോംബിനും ദെൻ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള 4 and 13. ഇനീഷ്യലി ഈ ഫൈബ്രിൻ എന്ന് പറയുന്നത് ഒരു ലൂസ് മെഷ് വർക്ക് ആയിരിക്കും. ദെൻ അതൊരു ടൈറ്റ് ആൻഡ് ഡെൻസ് അഗ്രഗേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. കോവാലന്റ് ക്രോസ് ലിങ്ക്സ് ഫോം ചെയ്തിട്ടാണ് ഈ ഒരു ടൈറ്റ് അഗ്രഗേറ്റ് ആയിട്ട് ഈ ഒരു ഫൈബ്രിൻ നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഫൈബ്രിൻ്റെ ലൂസ് മെഷ് വർക്കിനെ അഗ്രഗേറ്റ് ചെയ്യാനായിട്ട് നടക്കുന്ന റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് 4 and 13 ആണ്. ഇൻടാക്റ്റ് ആയിട്ടുള്ള ഫൈബ്രിൻ നെറ്റ്വർക്കാണ് ക്ലോട്ട് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഈ ഫൈബ്രിൻ നെറ്റ്വർക്കിൻ്റെ മെഷസിലാണ് ബ്ലഡ് സെൽസ് എന്നാലും വന്നിട്ട് എൻഡാങ്കിൾഡ് ചെയ്യും. And it forms a jelly-like plug, which forms the final clot. ഈ പ്ലഗ് ആണ് ദെൻ ബ്രോക്കൺ ആയിട്ടുള്ള ബ്ലഡ് വെസൽസിനെ സീൽ ചെയ്തിട്ട് ഫർദർ ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഈ ക്ലോട്ടിൽ നിന്ന് ഒരു ക്ലിയർ യെല്ലോ ലിക്വിഡ് ഊസ് ഔട്ട് ചെയ്ത് വരും. അതാണ് സെറം. ഇറ്റ് ഈസ് ദ ബ്ലഡ് പ്ലാസ്മ ഫ്രം വിച്ച് ഫൈബ്രിനോജൻ ഈസ് റിമൂവ്ഡ് ഫോർ ക്ലോട്ടിംഗ്. ഫൈബ്രിനോജൻ റിമൂവ് ചെയ്തിട്ടുള്ള ബ്ലഡ് പ്ലാസ്മേനെയാണ് സെറം എന്ന് വിളിക്കുന്നത്. And coming to the intrinsic pathway or contact activation pathway, intrinsic pathway begin ചെയ്യുന്നത്
റപ്ചർ ആയിട്ടുള്ള ബ്ലഡ് വെസൽസിലേക്ക് ഒരുപാട് ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് വന്ന് അഡ്ഹർ ചെയ്യുമ്പോഴാണ്. ഇങ്ങനെ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് വന്ന് ക്ലംപ് ചെയ്യുമ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ്സ് കോസസ് ദ ഡിസിൻറ്റിഗ്രേഷൻ. അങ്ങനെ പ്ലേറ്റ്ലെറ്റ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് റിലീസ് ചെയ്യും. അതേപോലെ തന്നെ ഇൻട്രിൻസിക് ത്രോംബോപ്ലാസ്റ്റിനോജനും ടു ബ്ലഡ് പ്ലാസ്മ. സോ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സിൽ നിന്നാണ് ഇൻട്രിൻസിക് ത്രോംബോപ്ലാസ്റ്റിനോജൻ ഇൻട്രിൻസിക് പാത്വേയിൽ റിലീസ് ചെയ്യുന്നത്. സ്മോൾ ഇഞ്ചുറീസ് ഒക്കെ ആണെങ്കിൽ ഈ പ്ലേറ്റ്ലെറ്റ് ക്ലംപിംഗ് തന്നെ ഈ ഒരു ഇഞ്ചുറിയിൽ നിന്നുള്ള ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യും. അതായത് ക്ലോട്ടിംഗ് റിയാക്ഷൻസ് പിന്നീട് ഒന്നും നടക്കില്ല. ഈ ഒരു പ്ലേറ്റ്ലെറ്റ് ക്ലംപിംഗ് തന്നെ മതിയാകും ആ ഒരു സ്മോൾ ഇഞ്ചുറി സീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇൻട്രിൻസിക് പാത്വേയിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് ഇനാക്റ്റീവ് ഇൻട്രിൻസിക് ത്രോംബോപ്ലാസ്റ്റിനോജൻ ടു ആക്റ്റീവ് ഇൻട്രിൻസിക് ത്രോംബോപ്ലാസ്റ്റിൻ. സോ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രിൻസിക് ത്രോംബോപ്ലാസ്റ്റിനോജൻ ആക്റ്റീവ് ഇൻട്രിൻസിക് ത്രോംബോപ്ലാസ്റ്റിനായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്ലാസ്മ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ് പ്ലാസ്മ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് 4, 5, 8, 9, 10, 11 and 12. Then platelet clotting factors ആണ് platelet clotting factor 1, 2, 3 and 4. സോ അതാണ് സ്റ്റേജ് 1. ദെൻ സ്റ്റേജ് 2 ഓഫ് ഇൻട്രിൻസിക് പാത്വേ എന്ന് പറയുന്നത് ഇവിടെ ഫോം ചെയ്ത ഇൻട്രിൻസിക് ത്രോംബോപ്ലാസ്റ്റിൻ പ്രോത്രോംബിനെ ആക്റ്റീവ് ആയിട്ടുള്ള ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ ഓൾസോ പ്ലാസ്മ ഫാക്ടേഴ്സ് ആയിട്ടുള്ള 4, 5, 7 and 10ഉം ഈ ഒരു കൺവേർഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ്. ദെൻ തേർഡ് സ്റ്റേജ് ഓഫ് ഇൻട്രിൻസിക് പാത്വേ എന്ന് പറയുന്നത് ഫൈബ്രിനോജൻ്റെ കൺവേർഷൻ ആണ്. ഫൈബ്രിനോജൻ ഗെറ്റ്സ് കൺവേർട്ടഡ് ടു ഫൈബ്രിൻ ബൈ റിയാക്ടിങ് വിത്ത് ത്രോംബിൻ. ഈ ഒരു സെക്കൻഡ് സ്റ്റേജിൽ ഫോം ചെയ്ത ത്രോംബിനായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. എക്സ്ട്രിൻസിക് പാത്വേയിൽ ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പ്ലാസ്മ ഫാക്ടേഴ്സ് 4ഉം 13ഉം ആണ് ആവശ്യമായിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇൻട്രിൻസിക് പാത്വേയിൽ പ്ലാസ്മ ഫാക്ടേഴ്സ് ആയിട്ടുള്ള 4ഉം 13ഉം മാത്രമല്ല പ്ലേറ്റ്ലെറ്റ് ഫാക്ടർ 2ഉം ഇൻട്രിൻസിക് പാത്വേയിൽ ഈ ഒരു ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ കൺവേർഷന് വേണ്ടിയിട്ട് ആവശ്യമാണ്. ദെൻ നേരത്തെ ഇൻട്രിൻസിക് പാത്വേയിൽ പറഞ്ഞ പോലെ തന്നെ ഫൈബ്രിൻ ഒരു ലൂസ് മെഷ് വർക്ക് ആയിരിക്കും ഇഞ്ചേർഡ് പാർട്ടിൽ ഇനീഷ്യലി ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്ലാസ്മ ഫാക്ടേഴ്സ് 4 and 13 അത് സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഒരു ഫൈബ്രിൻ ടൈറ്റ് നെറ്റ്വർക്ക് ഫോം ചെയ്യും. ഫൈബ്രിനോജനെ ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ മാത്രമല്ല ത്രോംബിനുള്ളത്. ത്രോംബിൻ സ്റ്റിമുലേറ്റ്സ് ദ ക്ലംപിംഗ് ആൻഡ് ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് മോർ ആൻഡ് മോർ പ്ലേറ്റ്ലെറ്റ്സ് റിലീസിങ് സ്റ്റിൽ മോർ പ്ലേറ്റ്ലെറ്റ് ഫാക്ടേഴ്സ്. പ്ലേറ്റ്ലെറ്റ് ഫാക്ടേഴ്സിന് റിലീസ് ചെയ്യാനും ഒരുപാട് പ്ലേറ്റ്ലെറ്റ്സിനെ വന്നിട്ട് ക്ലംപ് ചെയ്യാനും ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും ത്രോംബിൻ. ഫൈനലി റോൾ ഓഫ് വൈറ്റമിൻ കെ ഇൻ ബ്ലഡ് കൊയാഗുലേഷൻ. വൈറ്റമിൻ കെ എന്ന് പറയുന്നത് നാഫ്തോക്വിനോണിന്റെ ഡെറിവേറ്റീവ് ആണ് ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സിന്തസിസ് ഓഫ് പ്രോത്രോംബിൻ ആൻഡ് ദ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് 7, 9 and 10. വൈറ്റമിൻ കെ ഇല്ലെങ്കിൽ ക്ലോട്ടിംഗ് നടക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കൂടും. ക്ലോട്ടിംഗ് ടൈം abnormally prolonged ആകും and it may cause serious bleeding. So this is all about the mechanism of blood coagulation and the two pathways associated with the blood coagulation.